മാസപ്പടി കേസിൽ എക്സാലോജിക്കിനെതിരായ തെളിവുകൾ ഇഡിക്ക് ലഭിച്ചു. എക്സാലോജിക്കും CMRL-നും ഉടൻ നോട്ടീസ് നൽകിയേക്കും. കമ്പനി പ്രതിനിധികളെ അടുത്ത ആഴ്ച വിളിപ്പിക്കും. ഇഡി അന്വേഷണം ഏകോപിപ്പിക്കുന്നത് ചെന്നൈ റീജിയണൽ ഓഫീസാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, എക്സലോജിക്കുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് തുടർ നടപടികളും ഏറ്റവും ശക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് എക്സലോജിക് കമ്പനിയുടെ പ്രതിനിധികൾ, ഒപ്പം തന്നെ എക്സലോജിക് കമ്പനിക്ക് പണം നൽകിയ CMRL-ന്റെ പ്രതിനിധികൾ എന്നിവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളികളായ മറ്റു കമ്പനികളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടക്കം, സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടക്കം അതിന്റെ പ്രതിനിധികളെയും ചോദ്യം ചെയ്യും. അടുത്തയാഴ്ചയായിരിക്കും നിർണായകമായ ഈ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുക. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അന്വേഷണത്തിന്റെ ചുമതല അത് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിനല്ല ലഭിച്ചിട്ടുള്ളത്. ചെന്നൈ ഓഫീസിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നത്. ജോയിന്റ് ഡയറക്ടർ നേരിട്ട് തന്നെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ, കാരണം ഏറ്റവും പ്രധാനമാണ്, മുഖ്യമന്ത്രിയുടെ മകളടക്കം ഉൾപ്പെട്ട കേസാണ്. അതുകൊണ്ട് തന്നെ ഗൗരവകരമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. നിർണായകമായ തെളിവുകൾ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. കാരണം പ്രാഥമികമായ അന്വേഷണം നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു. ഈ കേസ് എടുക്കുന്നതിന് മുമ്പായി ഇതിന്റെ വിവരങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് SFIO അന്വേഷണത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു. SFIO തയ്യാറാക്കിയിട്ടുള്ള ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിന് ശേഷവും, ഒപ്പം തന്നെ ആദായ നീതി വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ഈ അന്വേഷണത്തിലേക്ക് കമ്പനീസ് ആക്ട് പ്രകാരം, കാരണം ഈ രണ്ട് ഏജൻസികളും നേരത്തെ അന്വേഷണം നടത്തിയിരുന്നത് കമ്പനീസ് ആക്ട് പ്രകാരമായിരുന്നു. SFIO അന്വേഷണവും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും അത് കമ്പനീസ് ആക്ട് പ്രകാരം തന്നെയായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതേ വകുപ്പുകൾ ചുമത്തിയാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും അന്വേഷണ പരിധിയിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് എക്സലോജിക്കിന് പണം നൽകിയ CMRL-നെ സംബന്ധിച്ച്, CMRL-ന്റെ സാമ്പത്തിക ഇടപാടുകൾ, എക്സലോജിക്കിന് നൽകിയ പണം, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില കടലാസ് കമ്പനികളുടെ രൂപീകരണം നടന്നിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കള്ളപ്പണ ഇടപാടുകൾക്കും ഒപ്പം തന്നെ ഹവാല ഇടപാടുകൾക്കുമെല്ലാമായി സാധാരണ ഉപയോഗപ്പെടുത്താറുള്ള ഇത്തരത്തിലുള്ള കടലാസ് കമ്പനികൾ നിരവധിയുണ്ട്. അങ്ങനെയുള്ള കടലാസ് കമ്പനികളുടെ മറവിലും വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. എക്സലോജിക്കുമായിട്ടാണെങ്കിലും CMRL-ലുമായി ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാം തന്നെ നടന്നിട്ടുണ്ട്. അതിൽ വലിയ ഒരു പങ്കാളിത്തം, ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ, തട്ടിപ്പുകൾ എല്ലാം നടക്കുമ്പോൾ അതിൽ വലിയൊരു പങ്കാളിത്തം പൊതുമേഖലാ സ്ഥാപനമായ KSIDC-ക്ക് ഉണ്ട്, KRML-നുണ്ട്. അത്തരത്തിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ അവർ കൂടി ഉൾപ്പെട്ട ഒരു ക്രമക്കേടിലേക്ക്, അത്തരം സംശയങ്ങളിലേക്ക് അന്വേഷണം നീളുമ്പോഴാണ് വിശദമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഈ തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എംപവർ ഇന്ത്യ, കടലാസ് കമ്പനികളെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് എംപവർ ഇന്ത്യയിലേക്ക് അന്വേഷണം നീളുന്നത്. ഇത്തരത്തിലുള്ള ഒരു കമ്പനി രൂപീകരിച്ച ശേഷം അത് പിന്നീട് ഈ അന്വേഷണം ആരംഭിച്ചപ്പോൾ, നേരത്തെ ഇൻകം ടാക്സ് അന്വേഷണം, IT അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിർത്തി. വൈകാതെ തന്നെ വീണ വിജയന്റെ എക്സലോജിക്കും പ്രവർത്തനങ്ങൾ, ബംഗളൂരു ആസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ മരവിപ്പിക്കുകയും ചെയ്തു. അതായത് ഇത് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആരംഭിച്ച ഒരു കമ്പനി ആയിരുന്നില്ല എക്സലോജിക്ക്. IT സേവനങ്ങൾ നൽകിക്കൊണ്ട് കൂടുതൽ ഇടപാടുകാരിലേക്ക് എത്തുന്ന ഒരു സംവിധാനമായിരുന്നില്ല കമ്പനിക്ക് ഉണ്ടായിരുന്നത്. ആർക്കും തന്നെ IT സേവനങ്ങൾ എക്സലോജിക്ക് നൽകിയിട്ടുമില്ല. പകരം CMRL-ൽ നിന്ന് ഈ പണം കൃത്യമായി തന്നെ 1,72,00,000 രൂപ പല ഘട്ടങ്ങളിലായി വാങ്ങുകയും ചെയ്തു. CMRL-ൽ നിന്ന് മാത്രമല്ല, നിരവധി കമ്പനികൾ, അങ്ങനെയാണ് കേരളത്തിലുള്ള മലയാളികളായ ആളുകൾ അല്ലെങ്കിൽ മലയാളി ബന്ധങ്ങളുള്ള 12 കമ്പനികൾക്ക് കൂടി SFIO നോട്ടീസ് അയക്കുകയും ഈ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ, എന്തിന് എക്സലോജിക്കിന് പണം നൽകിയത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ബോധിപ്പിക്കണമെന്ന് വ്യക്തമാക്കിയത്. ജിജീഷ്, ED അന്വേഷണം എന്തായാലും ത്വരിതഗതിയിൽ തന്നെയാണ് നടക്കുന്നത്. എക്സാലോജിക് മാത്രമല്ല, കടലാസ് കമ്പനികൾ രൂപീകൃതമായത് എന്തിനാണെന്നുള്ള അന്വേഷണം കൂടി ഇഡിയുടെ പരിധിയിൽ വരും. കള്ളപ്പണം വെളുപ്പിക്കൽ നടപടികളുമായി എന്തിനാണ് എക്സാലോജിക്ക് മുന്നോട്ട് പോയത്? പെട്ടെന്ന് തന്നെ എക്സാലോജിക്കും എംപവർ ഇന്ത്യ കമ്പനിയും ഒക്കെ ഭാരതത്തിൽ ഈ പ്രവർത്തനം നിർത്തിയത് എന്നുള്ളതും അന്വേഷണ പരിധിയിൽ വരും. എന്തായാലും കാര്യങ്ങൾ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയല്ലേ?
രോഹിണി, തീർച്ചയായും ഈ അന്വേഷണത്തിന്റെ തുടർ നടപടികൾ നിർണായകമായ ഘട്ടത്തിലേക്ക് തന്നെയാണ്. നേരത്തെ 2021 തന്നെ പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർന്ന് കൃത്യമായ രേഖകൾ ശേഖരിച്ചിരുന്നു. ഇതിനിടയിലാണ് മറ്റ് അന്വേഷണങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധികളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ കടലാസ് കമ്പനികൾ എംപവർ ഇന്ത്യ 78 ലക്ഷം രൂപയാണ് വായ്പയായി എക്സലോജിക്കിന് നൽകിയത്. വീണ വിജയന്റെ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സലോജിക്കിന് ഈ തുക നൽകിയിരിക്കുന്നത്. അത് CMRൽ ബന്ധമുള്ള കമ്പനിയാണ്. ആ കടലാസ് കമ്പനി അല്ലെങ്കിൽ ആ കമ്പനി പിന്നീട് പ്രവർത്തനം നിർത്തിവെച്ചു. അന്വേഷണം നടക്കുന്നുണ്ട്. ഇൻകം ടാക്സിന്റെ അന്വേഷണം തങ്ങൾക്ക് നേരെ തിരിയുന്നു എന്ന് വ്യക്തമായതോടുകൂടിയായിരുന്നു ഈ കമ്പനി ആദ്യം പ്രവർത്തനം നിർത്തുന്നത്. അതേ കാലയളവിൽ തന്നെയാണ് എക്സലോജിക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കമ്പനി സബ് രജിസ്ട്രാറെ അടക്കം സമീപിച്ചുകൊണ്ട് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ വലിയ ദുരൂഹതകളുണ്ട്. ഇത്രയധികം പണം, കാരണം 1,72 ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി നൽകിയതിന് അപ്പുറം 78 ലക്ഷം രൂപ വായ്പയായി നൽകിയിട്ടുണ്ട്. ആ വായ്പയായി നൽകിയ പണത്തെ സംബന്ധിച്ചോ അതിന്റെ തിരിച്ചടവുകളെ സംബന്ധിച്ചോ യാതൊരു വിവരങ്ങളും ഇതുവരെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല, അല്ലെങ്കിൽ കമ്പനി വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. വീണ വിജയന്റെ എക്സലോജിക് കമ്പനി എന്ത് ആവശ്യത്തിന് പണം നൽകി, എന്ത് ഈടായി വെച്ചാണ് ഇത്രയധികം പണം നൽകിയിരിക്കുന്നത്? പുതിയൊരു കമ്പനിയായിരുന്നു ആദ്യം തുടങ്ങുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ പണം നൽകിയിരിക്കുന്നത്. IT സൊല്യൂഷൻസ് അല്ലെങ്കിൽ IT സേവനങ്ങൾ നൽകുന്ന കമ്പനി എന്ന പേരിലാണ് ഇങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ CMRലുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ ഇത്തരത്തിൽ പണം നൽകിയത് എന്തിന് എന്ന ഒരു സംശയം അത് ശക്തമായി തന്നെ നിൽക്കുമ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. ഇതിലെല്ലാം ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ്. അതായത് എംപവർ ഇന്ത്യയുമായി CMRലിന് ബന്ധമുണ്ടായിരുന്നു, അത് ഏത് തരത്തിലുള്ളതായിരുന്നു സാമ്പത്തിക ഇടപാടുകൾ, എംപവർ ഇന്ത്യ കടലാസ് കമ്പനിയായി പ്രവർത്തിപ്പിച്ചതിന് പിന്നിൽ എന്തായിരുന്നു ലക്ഷ്യം, അത്തരം നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നത് കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. അങ്ങനെയാണ് CMRലിനെയും എക്സലോജിക്കിന്റെയും എല്ലാം പ്രതിനിധികളെ, നേരത്തെ ഉണ്ടായിരുന്ന പ്രതിനിധികളെ അടക്കം വിളിച്ചു വരുത്തുന്നത്. സ്വാഭാവികമായും എക്സലോജിക്കിന്റെ പ്രതിനിധി എന്ന നിലയിൽ വീണ വിജയൻ തന്നെയായിരിക്കും ഇക്കാര്യത്തിലെല്ലാം മറുപടി നൽകേണ്ടിയും വരിക. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.